Yes. Good morning, sir. Okay, Sanila, good morning. Yes, Surya, good morning. Kirtana, good morning. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിവിധങ്ങളായിട്ടുള്ള ടെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കാണ് നമ്മൾ എത്തി നിന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ സൂചിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് ആണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് എങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്നാണ്. സിമ്പിൾ പാസ്റ്റ് ആണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് എങ്കിൽ അതിനെങ്ങോട്ട് മാറ്റണം? അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്, അല്ലേ സനില? ആം ഐ റൈറ്റ്? Correct. കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഞാനൊരു വാചകം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് പറയാം കേട്ടോ. എഴുതിക്കോളൂ. He said inverted comma, I will wait, WAIT, wait for you, inverted comma close ചെയ്യും. ഓക്കെ, അത്ര ഉള്ളതില്ലേ? അപ്പൊ ഇവിടെ നമ്മളൊരു വാചകം പറയുകയാണ്. അവൻ പറയുന്നത് he said I will wait for you, ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. I will wait for you, നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ പറയുന്നു I will come at 7 o'clock, ഞാൻ 7 മണിക്ക് വരും. ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എപ്പോ വരുമെന്നാണ് പറഞ്ഞത് എന്ന് മക്കളോട് പറയുന്നു. I will come എന്ന് പോകുന്ന നേരത്ത് ഹസ്ബൻഡ് നേരിട്ട് പറയുന്നു I will come, ഞാൻ 7 മണിക്ക് വരും. I will come at 7 o'clock in the evening. അത് നമ്മൾ വീണ്ടും വേറെ ആളോട് പറയും. അതേ സംഗതി തന്നെയാണ് ഇവിടെ വന്നത്. He said I will wait for you. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ടത് ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന I will wait എന്ന് പറയുന്ന ആ സെന്റൻസ് നോക്കുമ്പോൾ അത് ഏത് ടെൻസിലുള്ള സെന്റൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസുകളിൽ ഏത് വരും? ആർക്കെങ്കിലും? നമ്മൾ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഫ്യൂച്ചർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സനില, കറക്റ്റ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ആണ്. യെസ്, അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ നോക്കിയത് ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് വന്നാൽ എങ്ങോട്ട് മാറ്റണം? ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പാസ്റ്റ് വന്നാൽ എങ്ങോട്ട് മാറ്റണം നോക്കി. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ ഫ്യൂച്ചർ വന്നാൽ എങ്ങനെ മാറ്റണം, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് നമ്മൾ ആ കണ്ടീഷൻ സെന്റൻസ് പഠിച്ച സമയത്ത് നമ്മളത് അറിയാണ്ട് പഠിച്ചു പോയിട്ടുണ്ട്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഒരു ക്യാപ്ഷൻ പോലെ സാധനം പറഞ്ഞു. അതിലൊരു സംഗതി ഇവിടെ കയറി വരുന്നത്. എന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നു എന്നുള്ളതിന്റെ നിയമമാണ് ഇവിടെ വരുന്നത്. യെസ്, നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോമിൽ എഴുതാം. കണ്ടീഷണൽ ഫോം ഉപയോഗിച്ച് എഴുതാം. അപ്പൊ കണ്ടീഷണൽ ഫോം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്? വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്.
അപ്പൊ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് എഴുതണമെന്ന് അർത്ഥം. ഏത്? ഷുഡ്, കുഡ്, വുഡ്, മൈറ്റ്. ഇതായിരിക്കും അവിടെ പറയേണ്ടത്. യെസ്. അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് കഴിഞ്ഞ്, വിൽ അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞ്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്. വിൽ അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതുപോലെ തന്നെയാണ് കണ്ടീഷണൽ ഫോം കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഫുഡ്, ഷുഡ്, വുഡ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും എന്തേ ഉപയോഗിക്കുള്ളൂ? പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കും. യെസ്. അപ്പൊ നമുക്ക് കൂടെ പറയാം. പിന്നെ ആൻസർ വരുമ്പോൾ എന്ത് വരും? ഹി സെഡ്, അവൻ പറഞ്ഞു. ഹി വുഡ്, നിന്നുള്ളതായി വുഡ്. ഹി വുഡ് വെയിറ്റ് ഫോർ മീ, അവൻ എനിക്ക് വേണ്ടി. ഓക്കെ സഫീറ, ഹി ടോൾഡ് ദാറ്റ് ഹി വുഡ് വെയിറ്റ് ഫോർ മീ. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പേഴ്സൺ അങ്ങോട്ട് മാറ്റി. സിമ്പിൾ ഫ്യൂച്ചർ, ഓക്കെ സഫീറ, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഇങ്ങോട്ട് മാറ്റി എഴുതേണ്ടത് കണ്ടീഷണൽ ഫോമിലേക്കാണ്. കണ്ടീഷണൽ ഫോമിലേക്കാണ് മാറ്റിയത്. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് 1-2 റണ്ണിങ് നോക്കാം. യെസ്, എനിക്ക് she said, comma, ഇൻവെർട്ടഡ് കോമ എഴുതിക്കോ. the prime minister will inaugurate, inaugurate the function, FUNCTION. ഒന്നുകൂടി പറയാം. She said the prime minister will inaugurate the function. അവൾ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ നമ്മൾ പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് അവൾ പറഞ്ഞു. എന്ന് എന്നുള്ളതിന് ഒരു ദാറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ സൗമ്യ, കറക്റ്റ് ആൻസർ. സെറ്റ് എന്നുള്ളത് ടോൾഡ് എന്നാണ്. യെസ്. ഓക്കെ സഫീറ, കറക്റ്റ് ആണ്. ഓക്കെ സനില, കറക്റ്റ് ആണ്. യെസ്. അടുത്തത് എന്നാലും വിഷയം സിമ്പിൾ ആണ്. ഓക്കെ സൂര്യ, കറക്റ്റ് ആണ്. യെസ്. അടുത്തത് he said. ഇനി ഇവിടെ കോമൻ എഴുതുക. the boy may play, PLAY, ഇവിടെ കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതോളൂ. അവൻ പറഞ്ഞു he said. ഓക്കെ സൗമ്യ, ഓക്കെ സൂര്യ, ഓക്കെ ജസ്ല.
ഓക്കെ കീർത്തന കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ സഫീറ. ഓക്കെ സനില. ഓക്കെ. ഓക്കെ സമിത കറക്റ്റ്. യെസ്. അടുത്തത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, ഒന്ന് ആലോചിക്കുക. He said. He said. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I will show you SHOW. I will show you how HOW, how the grinder, GRINDER, grinder worked. WORKED. Yes. അവൻ പറഞ്ഞു I will show you, ഞാൻ നിനക്ക് കാണിച്ചു തരാം, how the grinder worked. എങ്ങനെയാണ് ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടി പറയാൻ ചോദ്യം സൗമ്യ ഒന്നുകൂടി കറക്റ്റ്. I will show you how the grinder worked. ഓക്കെ സനില. ഓക്കെ സൂര്യ. രണ്ടുപേർക്കും ആ മീ എന്നുള്ളത് വേണമെങ്കിൽ അസ് എന്ന് എഴുതിയാലും ശരിയാണ്. അവിടെ ഹാഡ് വേണ്ട, വാട്ട് മതി സഫീറ. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായിരുന്നത്. യെസ്. അപ്പൊ ഞാൻ വായിക്കാം. അല്ല, വുഡ് വർക്ക് അല്ല, അത് പാസേഴ്സ്.
ഇതിനകത്ത് രണ്ട് ടെൻസ് വന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസും പിന്നെ വിൽ ഷോ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറുമാണ്. അപ്പൊ നമ്മൾ ആ സിമ്പിൾ ഫ്യൂച്ചറിനെ കണ്ടീഷൻ ഫോമിലോട്ട് മാറ്റിയാൽ മതി. യെസ്, അപ്പൊ നമുക്ക് ഇതിന് ആൻസർ പറയാം. ഹി ടോൾഡ് ദാറ്റ് ഹി വുഡ് ഷോ മീ. ആ ഷോ മീ എന്നുള്ള പകരം ഷോ അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഹി ടോൾഡ് ദാറ്റ് he would show me or show us how the grinder worked. How the grinder worked. Arjun. She said. Okay. Yes, Safira. അടുത്ത സെന്റൻസ് അല്ലേ? She said. ഇവിടെ ഗോപല്ല ആരംഭിക്കുക. I will conduct the experiment. EXPERIMENT. Experiment for exhibition. EXIBITION. I will say, I will repeat it. I will conduct the experiment for exhibition. In what close here. Okay. Okay, Surya, correct. Okay, yes, sir, correct. Okay, Sanila, correct. Okay, Samida, correct. Okay, Safira. Yes. Okay, Sanjo. Yes. Ardu. He said. He said. Inverted comma. You may come. You may come to my office. To my office. On time. On time. Yes. Here you go. He said. You may come to my office on time. Just രണ്ടാമത്തെ ഹി ഒന്നുകൂടി നോക്കി. അത് മൈ എന്നുള്ളതാണോ കൂടി നോക്കി. അയാളല്ലേ വേറെ ആളോട് പറയുന്നത്, അപ്പൊ എങ്ങനെ മൈ എന്ന് പറയും? ഓക്കെ, സരില്ല, കറക്റ്റ്.
Okay, Savita, correct. Yes. Okay. Okay, just ശരി. അടുത്തത്. She said. ഇവിടെ കോമന്റ് എഴുതുക. I will meet the doctor. I will meet MEET, meet the doctor. I will meet the doctor എന്നുള്ളത് ഇവിടെ കൊണ്ടാകുന്നില്ല. She said, I will meet the doctor. Okay. അതിന് പകരം പ്രോമിസ് ടോൾഡ് എന്നുള്ളതിന് പകരം പ്രോമിസ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഓക്കെ സൂര്യ, കറക്റ്റ് ആണ്. Okay, കീർത്തന, okay സഫീറ, okay ജസ്ന. Okay, I will ask you some questions. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉത്തരത്തിന്റെ സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട് ആദ്യം ഇതിന് വേണ്ടുമെല്ലാം എന്ന് പറയാറുണ്ട്. ഇതിന് ഏറ്റവും ഒടുവിൽ വരേണ്ട വാക്ക് എന്നാണ്. അതിന് തൊട്ടു മുന്നിൽ വരേണ്ടത് എന്നാണ്. അപ്പൊ എയിലും എന്നിലും ആയിട്ട് അവസാനിക്കുന്ന വാക്കായിരിക്കണം. ആദ്യം എ, പിന്നീട് എ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്നത് മേ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് MAN, മേൻ അല്ലേ? അപ്പൊ എയിലും എന്നിലും ഒരു ലാസ്റ്റ് അവസാനിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് 2 ലെറ്റർ എയും എന്നും ആയിരിക്കുന്നതാണ് ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത. യെസ്, സിമിലർ. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത്, ഞാനൊരു മീനിങ് പറയാം. ആ മീനിങ്ങിന്റെ സെയിം അർത്ഥമുള്ള എയിലും എന്നിലുമായിട്ട് അവസാനിക്കുന്ന ഒരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. മീനിങ് എന്താണ്? ടു പ്രൊഹിബിറ്റ്, PROHIBIT. To prohibit. Yes, Safira, Sanila. Jasna. Safira, Sanila and Jasna. ഓക്കെ, കറക്റ്റ് ആണ്. ബാൻ ആണ്. നമ്മൾ പലതും ബാൻ ചെയ്യാന്നല്ല പറയാറ്, ബാൻ ചെയ്യുക.
നിയന്ത്രിക്കാനുള്ളത്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ സൂപ്പർ ഹീറോ. A superhero is also called Bruce Wayne. BRUCEWAYNE. A superhero is also called Bruce. BRUCE. Okay, Safira. It's a correct answer. Safira, Jessica, and Salila. That is called Batman. Okay, Surya. Correct. Another simple. The past tense of beginning. The past tense of beginning. Okay, Salila, Jessica, Samida. Salila, Jessica, and Samida. Okay, begin എന്നുള്ള past tense began, past tense began. അടുത്തത് നിങ്ങൾ ഒരു വൺ വേർഡ് പറയണം. One who does not eat meat, MEAT. One who does not eat meat, MEAT. Okay, Sanila. Sanila, Safira, Jessica. Yes. Okay, Surya. Okay, Samida. Yes, that is called vegetarian. One who does not eat meat, vegetarian. അടുത്തത് a synonym, SYNONYM, a synonym for neat, NEAT, neat. Neat. Okay. Archa, Jasna, Surya. Archa, Jasna, Surya. Yes, correct answer. Neat, clean. Approach CLEAN. Last AN അവസാനിക്കുന്നു. അടുത്തത് the king of a Muslim state. The king of a Muslim state. Yes, Surya is a correct. Surya, Safira, Jessica. Correct answer. The king of the Muslim state is called Sultan. Okay. അടുത്തത് very simple ആണ്. A doctor for children. ശരിയായിട്ടില്ല ജസ്റ്റ് ഒന്നുകൂടി. Okay, Sanila. A doctor for children. Sanila, Safira, ഒരാൾ കൂടി ചാൻസ് ഉണ്ട്. Jessica. Yes,
Pediatrician. Okay. The physician, physician is the common name given to doctor's degree. Okay, this is yes. The meaning of the correct. One who delivers letters. One who delivers letters. Sanila, Safira, Jasna. So correct answer, Surya. Correct answer, Kirtana. Okay. Yes, that is what is called a postman. That is very simple. അടുത്തത് ആലോചിച്ചാൽ മതി, വളരെ സിമ്പിൾ ആണ്. മീനിങ് ആണ് പറയുന്നത് മണി, MONEY, മണി, lend, LENT, lend at an interest. Money lent at an interest. Sanila, Surya, Jasna. Sanila, Surya, Jasna. Okay, Archa, Safira, Savita, Soumya. So correct answer. That is what is called law. Law. Yes. അടുത്തതും ഒന്ന് ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഉത്തരമാണ്. A luxury vehicle. A luxury vehicle. എത്തിയിട്ടില്ല, ജസ്റ്റ് a luxury vehicle for traveling and living. For traveling and living. Okay, Kirtana, Jasna, Sanila. Kirtana നേരത്തെ വന്നിട്ടില്ല അല്ലേ? Kirtana, Jasna and Sanila. Okay. Okay. Scoreboard is open now. Yes. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങി, അതായത് കാരവൻ. യെസ്. അടുത്തത് നിങ്ങൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, ഉത്തരം നിങ്ങളുടെ കയ്യിലേക്ക് മനസ്സിലേക്ക് കൂടിയത്. ആൻഡ് അഡ്മിറർ, ADMIRER, an admirer of a celebrity. An admirer of a celebrity. Okay, Savita, Jasna, Kirtana. Yes. Okay, Sanila. Yes, correct. That is what is called FAN. Fans Association. Yes. അടുത്തത് ഞാൻ മീനിങ് ആണ് പറയുന്നത്, നിങ്ങൾ എന്നെ വൺ വേർഡ് പറഞ്ഞാൽ മതി. One who studies, STUDIES, or researches. I will repeat the question. One who studies or researches history. One who studies or researches history. Okay, Safira. Safira, Jasna, Archa. Safira, Jasna, Archa. Okay, that person is called historian. അദ്ദേഹത്തെയാണ് നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നത്. Is the correct answer. അടുത്തത് a pure, 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 white, WHITE, white,
aquatic bird, a pure white aquatic bird. Okay, Samida, Jasna, Safira. Yes. Okay, Surya. Okay, sir, Sanila is a correct answer. ആ ഗ്രൂപ്പില് ഒരു ചോദ്യം കൂടി ചോദിക്കുക, ലാസ്റ്റ് ചോദ്യമാണ്. A child, 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 deprived of, DEPRIVED, deprived of parents, PARENTS. A child deprived of parents. സിമ്പിൾ അല്ലേ? സൂര്യ, കീർത്തന, ജസ്റ്റ. സൂര്യ, കീർത്തന and Jesta is a correct answer. That is called orphan. Deprived of deprived of means ഉപേക്ഷിക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട. യെസ്, മാതാപിതാക്കന്മാരെ ഒഴിവാക്കപ്പെട്ട കുട്ടി, അനാഥൻ. യെസ്, ഓർഫണേജ് എന്നൊക്കെ വരുന്ന ആ വാക്കിൽ നിന്നും. യെസ്. അപ്പൊ ക്വസ്റ്റ്യന്റെ ഘടനയിൽ ചെറിയൊരു മാറ്റം വരികയാണ്. ഇനിയുള്ള ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്. ഹോട്ടൽ, എച്ച് എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്നതായിരിക്കണം ഇനിയുള്ള ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, സിമ്പിളായ ചോദ്യമാണ്. Another word for hull. Another word for hull. Sanila, Archer, Kirtana. Sanila, Archer, and Kirtana. Okay. Answer question. A sound that snakes makes. A sound that snakes makes. Savida, Archer, Surya. Okay, that answer is a correct answer. His. Okay. Yes. ഇനി ഒരു പേരിന്റെ പകുതി ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഡാഷ് പോട്ടർ, POTTR. അതാദ്യം പൂരിപ്പിച്ചാൽ മതി. യെസ്, സനില, സവിത, ജസ്റ്റ്. Okay, it's a correct answer. Harry Potter. Yes. അടുത്തത് very simple. A
square piece, a square piece of cloth used to blow the nose, N-O-S-E. A square piece of cloth used to blow the nose. Sanila, Savida, and Safira. Yes, the answer is handkerchief. Yes. Next, opposite of, okay, Safira, no problem. Opposite of sad, S-A-D, sad. Jesta, Savida, Archa. Jesta, Savida, and Archa is the correct answer. That is called happy. Ardu. A shape, S-H-A-P, a shape, which represents love. A shape which represents love. Savida, Safira, Archa. Savida, Safira, Archa. Okay, that is correct answer. That is called heart. And something. Split, S-P-L-I-T. Something split into two. Okay, Jesta, Safira, Sanila. Okay, Archa. Okay, Surya. It's the correct answer. That is called half. Ardu. A short name of. A short name for hippopotamus. A short name for hippopotamus. This is correct. Sanila, Archa, Jesta. Yes, that is called hippo. Yes. And very simple. The past tense of help, H-E-L-P. Savida, Safira, Archa. Yes, that is called helped, H-E-L-P-E-D, helped. Yes. And the wizarding, W-I-Z-A-R-D-I-N-G. The wizarding school in Harry Potter is called dash. The wizarding school in Harry Potter is called dash. Okay, Safira, it's a correct answer. Safira, Jester, and Samida.
Okay. Correct answer. Next question. Another word for vacation. Yes. Jasna, Sanila, Savida. Second answer, that is called holiday. അടുത്തത് a state in India. ഇത് പറയാൻ ശ്രമം പറയാം. A state in India. എച്ചിലാരംഭിക്കുന്ന സ്റ്റേറ്റ്. സഫീറ, ജസ്ന, സവിത. സഫീറ, ജസ്ന ആൻഡ് സവിത. ഓക്കെ ആർച്ച? ഓക്കെ സനില? കറക്റ്റ്. യെസ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. യെസ്. അപ്പൊ ഇനി നിങ്ങളുടെ ലഭിച്ചിട്ടുള്ള മാർക്ക് പറയാം. യെസ്. കീർത്തനക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സൂര്യക്ക് 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 5 പോയിന്റ്. ആർച്ചയ്ക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സവിതയ്ക്ക് 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 12 പോയിന്റ് സവിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സനില സനിലയ്ക്ക് 14 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് സഫീറക്കും 14 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 14. ഇനി അടുത്തത് ജസ്ന. ജസ്നക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 21 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്. വെരി ഗുഡ്. അപ്പോ ഞാൻ ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം അവസാന ഭാഗത്തോടെ അടുക്കുകയാണ്. അപ്പോ യെസ്. അപ്പൊ ചിലപ്പോ ഇംഗ്ലീഷ് ക്ലാസ് ചിലപ്പോ ഒന്നും പറഞ്ഞ് കൊടുക്കേണ്ടി വരും. യെസ്. ഇങ്ങനെ നമുക്ക് അതെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫിനിഷ് ചെയ്യാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2-3 കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ടെൻസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ പാസീവ് വോയിസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം റിലേറ്റീവ് പ്രൊനൗൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഈ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ ഈ 6 മാസത്തെ കാലഘട്ടത്തിനുള്ളിൽ പറഞ്ഞു നിർത്തിയത്. യെസ്. അപ്പോ എന്നത്തേതും പോലെ നിങ്ങളുടെ ഇന്നത്തെ പ്രകടനവും മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു പറയുകയാണ്. വി വിൽ മീറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. ഓക്കെ സവിത.